Twins News. നമസ്കാരം, ബ്രില്യന്റ് എൻട്രൻസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. CUET UG എക്സാം വലിയ മാറ്റങ്ങളോടെ മെയ് 8 മുതൽ, അപേക്ഷ മാർച്ച് 23 വരെ. നീറ്റ് 2025 അപേക്ഷ മാർച്ച് 7 വരെ. വെബ്സൈറ്റ് ഇമ്പോർട്ടന്റ് അഡ്വൈസറി നോട്ട്. E-Grant സ്കോളർഷിപ്പ് 2025 ഫൈനൽ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. കട്ട് ഓഫ് മാർക്ക് 98.17. സ്കോളർഷിപ്പ് തുക 30,000 രൂപ. KIM 2025 എക്സ് സർവീസ് ഇൻ ഡിഫൻസ് കോട്ടയ്ക്ക് അപേക്ഷിക്കാം. വാർത്തകൾ വിശദമായി. കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം CUET UG മെയ് 8 മുതൽ ജൂൺ 1 വരെ ഓൺലൈൻ രീതിയിൽ ഡൽഹി, ഹൈദരാബാദ്, പോണ്ടിച്ചേരി, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി എന്നിവയടക്കം 46ഓളം സെൻട്രൽ യൂണിവേഴ്സിറ്റി, വിവിധ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി, ഡീംഡ് യൂണിവേഴ്സിറ്റി എന്നിവയടക്കം ലക്ഷക്കണക്കിന് ബിരുദാനന്തര പ്രോഗ്രാമുകളാണ് CUET പെർസെന്റൈൽ സ്കോർ അനുസരിച്ച് ലഭിക്കുക. ശ്രീദേവി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് CUET UG മെയ് 8 മുതൽ ജൂൺ 1 വരെ ഓൺലൈൻ രീതിയിൽ നടക്കും. ഡൽഹി, ഹൈദരാബാദ്, പോണ്ടിച്ചേരി, അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി എന്നിവയുൾപ്പെടെ 46ഓളം സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കും വിവിധ സംസ്ഥാന സ്വകാര്യ ഡീംഡ് യൂണിവേഴ്സിറ്റികളിലേക്കും ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകളിലേക്കുമുള്ള പ്രവേശനം CUET പെർസെന്റൈൽ സ്കോറിനെ അടിസ്ഥാനമാക്കിയായിരിക്കും. BSc അഗ്രികൾച്ചറൽ ICAR യൂണിവേഴ്സിറ്റിയിൽ പ്രവേശനം നേടാൻ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് വിഷയങ്ങളിൽ പരീക്ഷ എഴുതിയാൽ മതി. CUET.nta.nic.in എന്ന വെബ്സൈറ്റിലൂടെ മാർച്ച് 23 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. ഒരു വിദ്യാർത്ഥിക്ക് 5 വിഷയങ്ങളിൽ വരെ പരീക്ഷ എഴുതാം. എല്ലാ ചോദ്യങ്ങളും MCQ രീതിയിലായിരിക്കും. ഓരോ വിഷയത്തിനും 50 ചോദ്യങ്ങൾ ഉണ്ടാകും. ഓരോ വിഷയത്തിനും 60 മിനിറ്റാണ് പരീക്ഷാ സമയം. ശരി ഉത്തരത്തിന് 5 മാർക്കും തെറ്റിയാൽ 1 മാർക്ക് നെഗറ്റീവും ഉണ്ടായിരിക്കും. ഓരോ വിദ്യാർത്ഥിയും എഴുതുന്ന ഭാഷ, വിഷയം, പൊതുവിജ്ഞാനം എന്നിവയുടെ പെർസെന്റൈൽ സ്കോർ അനുസരിച്ച് പ്രവേശനം ആഗ്രഹിക്കുന്ന യൂണിവേഴ്സിറ്റികളിൽ പ്രത്യേകം അപേക്ഷിക്കേണ്ടതുണ്ട്. CUETക്ക് അപേക്ഷിക്കുന്നതിന് മുൻപ് ഏതൊക്കെ യൂണിവേഴ്സിറ്റികളിൽ ഏതൊക്കെ കോഴ്സുകളാണ് പഠിക്കേണ്ടതെന്ന് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. അതനുസരിച്ചുള്ള വിഷയങ്ങൾ പരീക്ഷയ്ക്ക് തിരഞ്ഞെടുക്കണം. ഓരോ യൂണിവേഴ്സിറ്റിയുടെയും +2 മിനിമം യോഗ്യതയും മനസ്സിലാക്കണം. ഭാഷ, വിദേശ ഭാഷ, ഡൊമൈൻ വിഷയങ്ങൾ, നഴ്സിംഗ്, പാരാമെഡിക്കൽ പ്രോഗ്രാം, BTech എന്നിങ്ങനെ വിദ്യാർത്ഥികൾക്ക് താല്പര്യമുള്ള 1000-ലധികം കോഴ്സുകളും 3 ലക്ഷത്തിലധികം സീറ്റുകളും CUET വഴി ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി CUET.nta.nic.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് നീറ്റ് UG 2025 ഓൺലൈൻ ആപ്ലിക്കേഷൻ മാർച്ച് 7 അവസാനിക്കുമെന്നും കുട്ടികൾ എത്രയും വേഗം ഓൺലൈൻ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യണമെന്നും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ അറിയിപ്പ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. അപേക്ഷ അവസാന ദിവസങ്ങളിലേക്ക് മാറ്റിയാൽ സാങ്കേതിക തകരാർ മൂലം വെബ്സൈറ്റിൽ കൃത്യമായ രേഖകൾ അപ്ലോഡ് ചെയ്യുവാനും പേയ്മെന്റ് ഫെസിലിറ്റിക്ക് തടസ്സമുണ്ടാകുവാനും സാധ്യതയുണ്ട്. പേയ്മെന്റ് കൺഫർമേഷൻ പേജ് പ്രിന്റ് കിട്ടിയാൽ മാത്രമേ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആകുകയുള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി NEET.nta.nic.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരിശീലനം നടത്തുന്ന OBC വിഭാഗം കുട്ടികൾക്കായുള്ള കേരള ഗവൺമെന്റിന്റെ E-Grant സ്കോളർഷിപ്പിന് അർഹരായവരുടെ ഫൈനൽ ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. +2-ന് 98.17% മാർക്കിന് മുകളിലുള്ളവരെയും പ്രത്യേക പരിഗണന ആവശ്യമുള്ളവരെയുമാണ് പരിഗണിച്ചിരിക്കുന്നത്. 30,000 രൂപയാണ് സ്കോളർഷിപ്പ് തുക. ഈ തുക മാർച്ച് മാസം തന്നെ വിദ്യാർത്ഥികൾ സമർപ്പിച്ച അക്കൗണ്ടിലേക്ക് എത്തും. കേരളത്തിൽ മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള KIM അപേക്ഷയിൽ എക്സ് സർവീസ്മാൻമാരുടെ മക്കൾക്കുള്ള സംവരണത്തിന് ആവശ്യമായ സർട്ടിഫിക്കറ്റ് ജില്ലാ സൈനിക വെൽഫെയർ ബോർഡിൽ നിന്നും വാങ്ങി കേരളയുടെ CEE.kerala.government.in എന്ന വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുവാനുള്ള അവസാന തീയതി മാർച്ച് 15. അതുപോലെ ഇപ്പോൾ ആർമി, നേവി, എയർഫോഴ്സ്, ഡിഫൻസ് വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവരുടെ മക്കൾക്കും SD എന്ന വിഭാഗത്തിൽ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി CEE.kerala.government.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇന്നത്തെ വിദ്യാഭ്യാസ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി.